ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സേറാസ് കളക്ഷൻ. ഞാൻ ജെസ്സി. ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് എന്താണ് പറയുന്നത്, നല്ല പ്യുവർ കോട്ടാഡോരിയ സാരി ആയിട്ടാണ്. നേരത്തെ നമ്മളൊരു ഒരു 2-3 ആഴ്ച മുന്നാന്ന് തോന്നുന്നു രണ്ട് സാരി ഞാൻ കാണിച്ചു. അത് ഇട്ടതേ അത് പോയി. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചോദിച്ചവർക്ക് ആർക്കും കൊടുക്കാൻ പറ്റിയിട്ടില്ല. ആ ടൈപ്പ് തന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ പ്രാവശ്യം 4-5 സാരികളുണ്ട്. ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിക്കാം. അപ്പോൾ കോട്ടാഡോരിയ സാരികൾ, അതായത് പ്യുവർ കോട്ടാഡോരിയ, അതാണ് കോട്ടയുടെ പ്യുവർ സാരി എന്ന് പറയുന്നത്. അതാണ്. മറ്റേത് നമുക്ക് കോട്ടയിൽ നമുക്ക് അല്ലാത്ത സാരികൾ കിട്ടാറുണ്ട്. സെമി പോലെയുള്ളതും അല്ലെങ്കിൽ സിൽക്കി കോട്ട, കോട്ടൺ കോട്ട, അങ്ങനെയൊക്കെ നമുക്ക് കിട്ടും. ഇതങ്ങനെയല്ല, കോട്ടാഡോരിയ സാരിയാണ്. ശരിക്കും കോട്ടയുടെ പ്യുവർ ഫോമിൽ വരുന്ന സാരി. വളരെ സ്മൂത്ത് ആയിരിക്കും. അത് ഞാൻ ഇപ്പം തന്നെ പറയുന്നു. സാരി 1 ലെയറിൽ ഇട്ടാലും സീ ത്രൂ ആയിരിക്കും. ഞാൻ കാണിച്ചു തരാം. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ് എല്ലാത്തിലും. പക്ഷെ നല്ല ക്ലാസി ആൻഡ് എലഗൻറ്റ് സാരിയാണ്. നമ്മളൊരു 5000-6000 രൂപ കൊടുത്തൊരു പട്ട് സാരി വാങ്ങിച്ചു കൊടുക്കുന്നതിൽ നല്ല ക്ലാസി ലുക്കിൽ നമുക്ക് കോട്ട സാരി എടുത്തുകൊണ്ട് ഒരു ചെറിയ ഫംഗ്ഷന് വരെ നമ്മൾ പോയാലും നമ്മളൊന്ന് വേറിട്ട് നിൽക്കും. അതാണ് കോട്ടാഡോരിയ സാരിയുടെ പ്രത്യേകത. എല്ലാ കോട്ട സാരി എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. കോട്ടാഡോരിയ സാരി അങ്ങനത്തെ സാരികളാണ്. അപ്പം ആ സാരികളാണ് ഞാൻ ഇന്ന് ആദ്യം കാണിക്കുന്നത്. പിന്നെ അതല്ലാതെ പിന്നെ നോർമൽ കോട്ടയിൽ വരുന്ന കുറച്ച് സാരികളുണ്ട്. അത് കുറച്ചും കൂടെ പറയുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ വരുന്നതാണ് കേട്ടോ. നമുക്ക് ഓരോന്നായിട്ട് കളക്ഷൻസിലേക്ക് പോവാം. ഫസ്റ്റ് സാരി നോക്കിക്കോളൂ. ഇതാണ് സാരിയുടെ കളർ കറക്റ്റായിട്ടാണ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഓൾമോസ്റ്റ് ഒരു ഗോൾഡനിൽ നിന്ന് മസ്റ്റഡിൽ നിന്ന് ഗോൾഡനിലേക്കൊക്കെ കളർ നല്ലൊരു അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. എപ്പോഴും നമുക്ക് കിട്ടാത്ത ഒരു ഷെയ്ഡാണ്. മോൾ ഭാഗത്ത് നോക്കി എല്ലാ കോട്ടാഡോരിയ സാരികൾക്കും, നിങ്ങളൊക്കെ കോട്ടാഡോരിയ സാരി വാങ്ങിക്കുന്നവരും ഉടുക്കുന്നവരും ഒക്കെയാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ആരും വിചാരിക്കരുത് ഞങ്ങൾക്കും ഇതൊക്കെ അറിയില്ലേ മാം എന്ന് അങ്ങനെയൊന്നും വിചാരിച്ചേക്കരുത്. ചിലർക്കൊക്കെ അറിയാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. എല്ലാ കോട്ടാഡോരിയ സാരികൾക്കും നമുക്കിതുപോലെ ഒരു ചെറിയ ഒരു കസവിൻ്റെ ഇത് നമുക്ക് കിട്ടും. അത് കോട്ടാഡോരിയ സാരികൾക്കുള്ള ഒരു പൊതു സ്വഭാവം എന്നൊക്കെ പറയുന്ന പോലത്തെയാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയ ബോർഡർ കിട്ടും. പിന്നെ ഈ കോട്ട മെറ്റീരിയൽ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് മെറ്റീരിയൽ വരുന്നത് കണ്ടോ. അപ്പോൾ നമുക്കിത് സിംഗിൾ ലെയറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് സീ ത്രൂ ആണ്. അതാണ് ഞാനത് ഒരു 1 ലെയർ, ഇപ്പോൾ ഡബിൾ ലെയറിലാണ് ഞാൻ വെച്ചേക്കണേ. അതുകൊണ്ടാണ് ഞാനിത് സിംഗിൾ ലെയറിൽ കാണിച്ചു തന്നത് കേട്ടോ. ഇങ്ങനെയാണ് സാരി വരുന്നത്. ഈ ഉള്ളിലൊന്നും വരുന്നില്ല. ആ കോട്ട ചെക്സ് ഉള്ളിൽ വരുമല്ലോ, ആ കോട്ടയുടെ ചെക്സ് ഉള്ളിൽ ഫുള്ള് പോകുന്നുണ്ട്. വേറെ ഉള്ളിൽ ഇതിൻ്റെ ഡിസൈൻസ് ഒന്നും വരുന്നില്ല. ഇത് പ്ലെയിനിൽ വരുന്ന സാരിയാണ്. എന്നിട്ട് ഈ സൈഡിൽ നമുക്ക് അതേ പ്രിൻ്റ് കിട്ടും കണ്ടോ. ഇങ്ങനെയാണ് ഈ സാരിയുടെ ബോഡി പാർട്ട് വരുന്നത്. ബോഡി പാർട്ട് ഫുൾ ഇങ്ങനെ പോയിട്ട് ഇതിൻ്റെ മുന്താണി പാർട്ട് ഇതാണ്. ഈ കോട്ടാഡോരിയ സാരി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒത്തിരി വലിയ ബഹളോ കസവോ അതൊന്നുമില്ല. ഭയങ്കര സിമ്പിൾ സാരിയാണ്. പക്ഷെ അതിൻ്റെ എലഗൻസിനാണ് അതിൻ്റെ പ്രത്യേകത കേട്ടോ. ഇതാണ് മുന്താണി. സാരി ഇങ്ങനെ ഇരിക്കും. ലിവ ടാഗ് ഉണ്ട് കേട്ടോ. ഇതാണ് സാരിയുടെ ലുക്ക്. അടിപൊളി സാരിയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇതാണ്. പൊന്നിൻകുടത്തിന് പൊട്ടെന്ന് പറയുന്നത്. ഇത് കണ്ട ബ്ലൗസ് ഇതാണ്. പ്രിന്റഡിലാണ് ബ്ലൗസ് കിട്ടുന്നത്. നമുക്ക് മിക്കവാറും കോട്ടാഡോരിയ സാരികൾക്ക് എല്ലാത്തിനും ബ്ലൗസ് പീസ് നമുക്ക് പ്രിന്റഡിലാണ് കിട്ടുക. എന്നിട്ട് സൈഡിൽ വെക്കാനായിട്ട് ഈ കസവിൻ്റെ ബോർഡറും കൂടെ കിട്ടും. ഇങ്ങനെ ഇത് കയ്യിൽ ബ്ലൗസൊക്കെ വെച്ച് തയ്ച്ചിടുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി കിട്ടുക കേട്ടോ. ഞാനിപ്പം ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് ഈ സാരി വരുന്നത്. ഇതൊക്കെ ഒത്തിരി പറയേണ്ടത്, നമ്മളിട്ട് ഒലച്ചാൽ ഒത്തിരി ഉടഞ്ഞു പോകുന്ന സാരികളാണ് കേട്ടോ. ഈ സാരിയുടെ റേറ്റ് വരുന്നത് 1590 റേറ്റ് കേട്ടോ. 1590 അതാണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് സാരി ഇതാണ്. ഞാൻ ഒരുപാട് നിവർത്തുന്നില്ല കേട്ടോ. സാരി ഇങ്ങനെയാണ് സാരി വരുന്നത് കണ്ടോ. ലിവ സർട്ടിഫൈഡ് ആണ് എല്ലാ സാരിയും. പ്യുവർ കോട്ടാഡോരിയാണ് കേട്ടോ. ഇതിനകത്ത് ഒരു മിക്സോ മായോ ഒന്നുമില്ല കേട്ടോ. പ്യുവർ കോട്ടാഡോരിയ സാരിയാണ്. ഇങ്ങനെ വരും. ഇതിന്റെ പ്രിന്റ് ഇങ്ങനെയാണ് പോകുന്നത് കണ്ടോ. ഉള്ളിലൊരു ചെങ്കൽ കളർ പോലെ, ചെങ്കല്ലിൽ നിന്നൊരു മെറൂണിലേക്ക് അങ്ങനെ കലർന്നിട്ട് ഒരു കളറാണ് ഉള്ളിൽ വരുന്നത്. ഇവിടെ ഒരു ജോമെട്രിക് പാറ്റേണിൽ ഒരു ബ്ലാക്കിൽ വരുന്ന പ്രിന്റാണ് വരുന്നത്. ഇവിടെ അത് വന്നിട്ട് ഉള്ളിൽ വീണ്ടും ഒരു സിക്സാക് പ്രിന്റ് ഇതിൻ്റെ നടുക്കേ കൂടെ ഫുള്ള് ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ താഴത്തേത് ഈ പോർഷൻ വരുമ്പോൾ വീണ്ടും നമുക്ക് ഈ ബോർഡർ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കിട്ടും. സാരിയുടെ വ്യൂ ഏകദേശം ഇങ്ങനെയൊക്കെ വരും. അടുക്കി കുത്തി ഉടുത്ത് വരുമ്പം ഞാനിപ്പോൾ നന്നായിട്ടല്ലല്ലോ വെച്ചിരിക്കുന്നത്, ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചതാണ്. ഇതൊക്കെ നല്ല ഞെറിഞ്ഞു കുത്തി ഉടുത്ത് ആ ബ്ലൗസും കൂടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി സാരിയാണ് കേട്ടോ. ഇതിൻ്റെ മുന്താണിത ഇങ്ങനെയാണ് വരുന്നത്.
ഇങ്ങനെ വരും മുന്താണി പാർട്ട്. ഇതാണ് മുന്താണി വരുന്നത്. ലൈനായിട്ട് ഈ എല്ലാത്തിൻ്റെയും കൂടെ ലൈൻ പാറ്റേണിൽ എല്ലാ കളേഴ്സും കൂടെ മിക്സ് ചെയ്തിട്ടാണ് മുന്താണി വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് വീണ്ടും പ്രിന്റഡിലാണ് ബ്ലൗസ് പീസ് കിട്ടുന്നത്. ഇതാ ഇങ്ങനെ കിട്ടും ബ്ലൗസ് പീസ്. അത് കസവിൻ്റെ ബോർഡർ ഉണ്ടാവും കേട്ടോ. ചെറിയൊരു പ്രിന്റഡിൽ കുഞ്ഞു പ്രിന്റാണ് വരുന്നത്. അതിനകത്ത് ഈ കസവിൻ്റെ ബോർഡർ. ഈ സാരിയൊക്കെ ഉറപ്പായിട്ടും ബ്ലൗസ് തയ്ച്ചിട്ടിട്ട് മാത്രം എടുക്കണം കേട്ടോ. എന്നാലാണ് സാരിയുടെ ഭംഗി കിട്ടുള്ളൂ. നല്ല ലൈനിങ് വെച്ചിട്ട് ബ്ലൗസ് തയ്ച്ചിട്ടിട്ട് വേണം സാരി ഉടുക്കാനായിട്ട്. നെക്സ്റ്റ് സാരി ഇതാണ് കണ്ടോ. ഇതും ഒത്തിരി അങ്ങോട്ട് എന്താ പറയേണ്ടത് ഡാർക്ക് ഒന്നുമല്ല. ഇതുപോലൊരു എന്താ പറയുന്നത് ഒരു ലൈറ്റ്, ഒരു മസ്റ്റർഡ് യെല്ലോയുടെ ഒരു ലൈറ്റിൽ വരുന്ന ഒരു സാരിയാണ്. ഉള്ളിൽ ചെക്കാണ് പാറ്റേൺ പോകുന്നത് കേട്ടോ. സൈഡിൽ കൂടെ ഒരു ചെറിയ ബോർഡർ പോകുന്നുണ്ട് കണ്ടോ. ഈ കസവ് ബോർഡറും പിന്നെ ഒരു ചെറിയ ബോർഡറും കൂടെ പോകുന്നുണ്ട്. ഉള്ളിൽ ഫുള്ള് ചെക്സ് ആണ് വരുന്നത്. എന്നിട്ട് ഇതാ ഈ ബോർഡറും വീണ്ടും ഇങ്ങനെ തന്നെ നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് സാരി വരുന്നത്. സാരിയുടെ ഒരു ലുക്ക് ഏകദേശം ഇങ്ങനെ വരും. ഫുൾ ബോഡി പാർട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഫുൾ ഇങ്ങനെ വന്നിട്ട് ഇതിന്റെ മുന്താണി വരുന്നത് നോക്കി. ഇതാണ് കേട്ടോ മുന്താണി പാർട്ട്. ഇതാണ് ഇതിന്റെ മുന്താണി പാർട്ട് വരുന്നത്. ഇങ്ങനെ ചെറിയ ഫ്ലവർ ഡിസൈനും സൂക്ഷിച്ച് കണ്ടോളൂ. ഇങ്ങനെ വരും കേട്ടോ മുന്താണി പാർട്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് ബ്ലൗസ് പീസ്. ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ. ഇങ്ങനെ വരും ബ്ലൗസ്. ഇങ്ങനെയാണ് ബ്ലൗസും കൂടെ ഒക്കെ വെച്ച് തയ്ച്ചു കൊടുത്ത് കഴിയുമ്പോൾ എന്തൊക്കെ കസവ് കരയൊക്കെ വെച്ച് തയ്ച്ച് ഭംഗിയായിട്ട് കൊടുത്താലേ നമുക്ക് കിട്ടുള്ളൂ. ഞാൻ ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി മനസ്സിലാവില്ല. അപ്പോൾ ഇതാണ് സാരി വരുന്നത്. എല്ലാ സാരികളുടെയും റേറ്റ് വരുന്നത് 1590 ആണ് കേട്ടോ. നെക്സ്റ്റ് സാരി നോക്കിക്കേ. വീണ്ടും ഒരു ബ്ലാക്കിൻ്റെ കോമ്പിനേഷനിലാണ്. ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ. റെഡ് അല്ല കേട്ടോ. ഇതൊരു എന്താ പറയേണ്ടത് ചെങ്കല്ലിൻ്റെ കളറാണ്. നമുക്ക് അധികവും ഈ ഒരു ചെങ്കൽ കളറാണ് ഇതിനകത്ത് അധികവും കോട്ടയിൽ കിട്ടുക. ബ്ലാക്ക് വിത്ത് ഈ ഒരു കളറിൻ്റെ കോമ്പിനേഷൻ. പക്ഷേ ഈ ബോർഡർ കണ്ടോ നല്ല വലുതായിട്ടാണ് വീതിക്കാണ് വരുന്നത്. മേളിൽ കുഞ്ഞൊരു ബോർഡർ കിട്ടും. പിന്നെ ഇത് കോട്ട ചെക്കാണല്ലോ. അപ്പോൾ കോട്ടയുടെ ആ ഒരു ലൈൻസ് ഇതിനകത്ത് നമുക്ക് ഫുള്ള് കിട്ടും. അതെല്ലാ സാരിയിലും കിട്ടും. അത് കൂടാതെ ഈ തുമ്പിൽ വരുമ്പോഴത്തേക്കും കുറച്ച് വലുതായിട്ടാണ് ഡിസൈൻ വരുന്നത് കണ്ടോ. ഇതിൻ്റെ ബോർഡർ നല്ല വലുതായിട്ടാണ് നമുക്ക് കിട്ടും കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ബോർഡർ ഫുൾ ഒരു സിംഗിൾ ലെയറിൽ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. ഞാനിത് മടക്കി വെച്ചിട്ടാണ് കാണിച്ചു തരുന്നത്. ഇങ്ങനെയാണ് സാരി വരുന്നത്. ഇതിൻ്റെ ബോർഡർ മുന്താണി പാർട്ട് ഇങ്ങനെ കിട്ടും കണ്ടോ. മുന്താണി ഇങ്ങനെയാണ് വരുന്നത്. ഈ ബോർഡർ വന്നില്ലേ, ഈ വലിയ ബോർഡർ വരുന്നത് അങ്ങനെ തന്നെ മുന്താണിയിൽ ഫുൾ ഫോളോ ചെയ്യുവാണ് ചെയ്യുന്നത് കേട്ടോ. മുന്താണി പാർട്ട് ഇങ്ങനെ വരും. ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ബ്ലാക്കിൻ്റെ കോംബോയിലാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ. കയ്യിൽ വെക്കാനായിട്ട് കസവ് കിട്ടും. 1590 എല്ലാ സാരികളുടെയും റേറ്റ് കേട്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നതും കോട്ടൺ തന്നെയാണ് സാരി. പക്ഷെ ഇത് കോട്ട ഡോരിയ സാരി അല്ല കേട്ടോ. അതും ഇതുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത്. ഇത് കോട്ടൺ കോട്ട തന്നെയാണ് കണ്ടോ. ഇങ്ങനെയാണ്. അല്ലാതെ ഇത് സിൽക്കി കോട്ടയല്ല. സിൽക്കി കോട്ട എന്ന് വെച്ചാൽ ഭയങ്കര സ്മൂത്തായിട്ട് ഇങ്ങനെ ഫ്ലോയി ആയിട്ട് കുറച്ചിരിക്കും. ഇത് അതുപോലത്തെ അല്ല, കോട്ടൺ കോട്ടയാണ് കേട്ടോ. പക്ഷെ ഇത് അത്രയും റേറ്റിൽ വരുന്നതല്ല. കുറച്ചും കൂടെ നമുക്ക് ഇപ്പം എല്ലാവർക്കും 1600 1700 ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ കോട്ട നല്ല ഭംഗിയായിട്ട് ഞെറിഞ്ഞു കുത്തി കോട്ട സാരിയുടെ അതേ ലുക്കിൽ നമുക്ക് കിട്ടുന്ന സാരികളാണ്. ഇതാണ് കളർ വരുന്നത്. നല്ല ഒരു പിങ്ക് കളറാണ് വരുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫുൾ ഈ പാറ്റേൺ ആണ് പോകുന്നത്. ഈ ഒരു ഇങ്ങനെ വരും. ഇതിനകത്ത് കസവൊന്നും നമുക്ക് കിട്ടത്തില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ കണ്ടോ ഈ സൈഡിലേക്ക് വരുന്തോറും ബോർഡർ ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു ബോർഡർ ഇതുപോലെ ഒരു വലിയ ബോർഡർ വന്നിട്ട് ഇവിടെ നല്ല ഒരു കണ്ടോ. ഇതൊരു നല്ല ഒരു എന്താ പറയേണ്ടത് നല്ല ഒരു എംബ്രോയിഡറി വർക്കാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ സൈഡിൽ കണ്ടോ. അതിങ്ങനെ ഈ ഫ്രണ്ട് ഇങ്ങനെ ഈ ഭാഗം മുഴുവനും ഫോളോ ചെയ്യും. മുന്താണി വരെ അത് ഫോളോ ചെയ്യും കേട്ടോ. ഇങ്ങനെയാണ് ഏകദേശം സാരി വരുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുന്താണി പാർട്ട് ഇതുപോലെ വരും. ഇതിപ്പം ബ്ലൗസ് പീസാണ്. മുന്താണി പാർട്ട് ഇതുപോലെ വരും. മുന്താണിയിൽ വലുതായിട്ട് ഇതിനകത്ത് പ്രത്യേകതകളൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യും. ഈ കാണുന്നത് ഇത് ലിനനിൽ വരുന്ന ബ്ലൗസാണ്. ഇതിനകത്ത് സെപ്പറേറ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 699 699 രൂപയ്ക്കൊക്കെ കോട്ടൺ സാരി എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും എവിടെയും കിട്ടത്തില്ല കേട്ടോ. ഇത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഒക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്കറിയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനത്തെ സാരികൾ അധികം ഞാൻ കാണാറില്ല വേറെ ചാനലുകളിൽ. കിട്ടിയാൽ തന്നെ ഒരു
എന്താ പറയേണ്ടത് 790-800 രൂപ കുറഞ്ഞ് കിട്ടത്തുമില്ല കേട്ടോ. അടുത്തത് നോക്കിക്കുക, ലെമൺ യെല്ലോയാണ് കളർ, കുറച്ച് ഡാർക്കായിട്ടാണ് വരുന്നതെന്ന് തോന്നണം. സെയിം ആണ് പാറ്റേണും പ്രിൻറ്റും ഒക്കെ കേട്ടോ. മേളിൽ ഈ പ്രിൻറ്റ് വരും. കളർ വലിയ കുഴപ്പമില്ലാണ്ടാണ് കിട്ടുന്നത്. ഓൾമോസ്റ്റ് ഈ കളർ തന്നെയാണ്. ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ സൈഡ് ബോർഡറിലേക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും. തുമ്പത്തേക്ക് വരുമ്പോഴത്തേക്കും ഒരു സിക്സാക്ക് ബോർഡറും സിക്സാക്കും. പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു എന്താ പറയേണ്ടത് എംബ്രോയ്ഡറി പാറ്റേൺ ഫോളോ ചെയ്യുന്നത്. ഇങ്ങനെ വരും. മുന്താണി പാർട്ടിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ലിനൻ്റെ ബ്ലൗസ് പീസാണ് കിട്ടുന്നത്. നെക്സ്റ്റ് സാരി ഇതുപോലെയാണ്. ഞാൻ ഫുൾ എടുത്തുന്നില്ല കേട്ടോ. സാരി സെയിം പ്രിന്റും സെയിം പാറ്റേണും ആണ്, അതുകൊണ്ടാണ് വിടർത്താത്തത്. സാരി ഇങ്ങനെ വരും. ബോർഡർ പാറ്റേൺ വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും. കണ്ടോ, സെയിം ബോർഡർ സെയിം പാറ്റേണിൽ വരുന്ന സാരികളാണ് കേട്ടോ. കളർ മാത്രം നോക്കിയാൽ മതി. ഒരു ലൈറ്റ് ഓറഞ്ച് ആണ് ഇതിൻ്റെ കളർ വരുന്നത്. ഇത് ബ്ലൗസ് പീസാണ് കേട്ടോ. ഇങ്ങനെ വരും. എന്താണ് ഈ പാർട്ട് വരെ അങ്ങനെ വരും. ഇതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നും ഈ സാരികൾക്കൊന്നും പറയാനില്ല. നിങ്ങൾ ഇതിൻ്റെ കളർ കണ്ടിട്ട് മാത്രം സാരി വാങ്ങിച്ചാൽ മതി. നിങ്ങൾക്ക് ഏത് കളർ വേണമെന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക, വാങ്ങിക്കുക. ലൈറ്റ് ഓറഞ്ച് ആണ്, ഒട്ടും എന്താണ് പറയേണ്ടത് ഡാർക്ക് അല്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ചു കൊടുക്കാം കേട്ടോ. എല്ലാം നല്ല കളറുകളാണ്. ഇത് നമ്മൾക്ക് എന്താ പറയേണ്ടത് സ്കൈ ബ്ലൂ കളറാണ്, പക്ഷെ ഡാർക്ക് ആയിട്ടാണ് വരുന്നത്. സ്കൈ ബ്ലൂ നമ്മൾക്ക് ഒരിക്കലും ലൈറ്റായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഏറ്റവും നല്ല കളറാണ് കേട്ടോ. സ്കൈ ബ്ലൂ എന്ന് പറഞ്ഞാൽ സ്കൈ ബ്ലൂ മാത്രമേ ഉള്ളൂ, ഒട്ടും കൂടുതലില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞാൻ പറയുന്നത് കേട്ട് വാങ്ങിക്കാം. നിങ്ങൾക്ക് കിട്ടിയിട്ട് കളർ കൂടുതലാണെങ്കിൽ നിങ്ങൾ തിരിച്ചയച്ചോളൂ. ഞാൻ അത്രയും ഇതിനകത്ത് പറയാം. കാരണം സ്കൈ ബ്ലൂ നമുക്ക് ഒരിക്കലും സെയിം കളർ കിട്ടില്ല. ഇതാ ടോപ്പാണിത് കാണുന്നത്. ടോപ്പ് പോർഷൻ ഇങ്ങനെ വരും. മേളിലെ പോർഷൻ താഴത്തേക്ക് വരുമ്പോഴത്തേക്കും ഇതാണ് ഇതിൻ്റെ ബോർഡർ പോർഷൻ വരുന്നത്. ഇങ്ങനെ വരും. ബ്ലൗസ് പീസ് ഇതിനകത്തും അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് ലൈറ്റ് കളറാണ് കേട്ടോ. ലൈറ്റ് സ്കൈ ബ്ലൂ കളറാണ്. നിങ്ങൾ ഒട്ടും വിചാരിക്കരുത് ഇത് ഡാർക്ക് കളറാണല്ലോ വീഡിയോയിൽ കാണുന്നത് ഇതല്ലേ കളറെന്ന്. ആരും വിചാരിക്കേണ്ട. ലൈറ്റാണ് കളറ്. നല്ല അടിപൊളി കളറാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് കളർ ഇഷ്ടമാവാഞ്ഞിട്ട് നിങ്ങൾ വാങ്ങിക്കാതെ ഇരിക്കത്തില്ല. കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചയച്ചോ കളർ കൂടുതലാണെങ്കിൽ. ഇത്രയും കോൺഫിഡൻസോടെ അല്ലേ ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കയ്യിൽ നിന്ന് സാരികളുള്ളത്. ഈ സാരികളുടെ എല്ലാ റേറ്റ് വരുന്നത് 699 ആണ്. എല്ലാ സാരികൾക്കും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ഇനി നമ്മളുടെ കയ്യിൽ ഒരു സിംഗിൾ സാരിയാണ് ഉള്ളത് കേട്ടോ. ഇതാണ് കളർ വരുന്നത്. ഡാർക്ക് ബ്രൗണിലാണ് കളർ വരുന്നത് കണ്ടോ. ഡാർക്ക് ബ്രൗണിൽ ഒരു ഗ്രീനിഷ് പാറ്റേണിൽ നോക്കിക്കേ. ഇതാണ് സാരി വരുന്നത്. നമ്മൾ ഒരു പ്രാവശ്യം കൊണ്ടുവന്ന സാരിയാണ്. ഈ പ്രാവശ്യം നമുക്ക് ഇതിൻ്റെ തന്നെ കുറേ ഇങ്ങനത്തെ തന്നെ ഈ പീസുകൾ 2-3 കിട്ടി. വേറെ കളേഴ്സ് കിട്ടിയിട്ടില്ല. ഈ ഒരു സിംഗിൾ സാരിയേ ഉള്ളൂ നമ്മുടെ. സിംഗിൾ അല്ല, ഇതിൻ്റെ ഈ സാരി തന്നെ മൾട്ടിപ്പിൾ പീസ് ഉണ്ട്, പക്ഷെ കളേഴ്സ് വേറെ ഇല്ല. ഇതാണ് കളർ വരുന്നത്. ബ്രൗൺ വിത്ത് ഗ്രീൻ ആണ് കേട്ടോ. ഫുള്ളിൽ മുഴുവൻ നോക്കിയാൽ ഷിബോരി ആൻഡ് എന്താ പറഞ്ഞ ടൈ ആൻഡ് ടൈ പാറ്റേൺ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ബാന്ധിനിയും എല്ലാം കൂടെ കൂടിയിട്ടൊരു പാറ്റേൺ ആണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് പറയാനുള്ളത് നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ. ഇതിൻ്റെ ഈ സൈഡിൽ നമുക്ക് കിട്ടുന്നത് ക്രോഷ്യ ലേസ് കിട്ടും കണ്ടോ. ഈ ബോർഡർ വന്നിട്ട് ഇതിനകത്ത് ക്രോഷ്യ ലേസ് അറ്റാച്ച് ചെയ്ത ബോർഡറാണ് കിട്ടുന്നത്. അതുപോലെ ഈ സാരിയുടെ ടോപ്പിൽ നിങ്ങൾ നോക്കിക്ക്, ഇവിടെയും ഒരു കുഞ്ഞു ക്രോഷ്യ ലേസ് നമുക്ക് കിട്ടും കേട്ടോ. കണ്ടോ ക്രോഷ്യ ലേസ് കണ്ടൂടെ. ഇതിങ്ങനെ കിട്ടും നമുക്ക് മോൾ ഭാഗത്ത്. താഴത്തേക്ക് വരുമ്പോഴത്തേക്കും വലുതാണ് കിട്ടുന്നത്. ഇതിൻ്റെ എന്താണ് ഗ്രീനാണ് ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത്. എന്നിട്ട് ക്രോഷ്യ ലേസ് അറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങനെയാണ് സാരി വരുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുന്താണി വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും കണ്ടോ. ആദ്യം ഒരു ക്രോഷ്യ ലേസ് വരും ടോപ്പ് ടു ബോട്ടം. എന്നിട്ട് ഈ ഗ്രീൻ കളറിൽ വലിയ ഒരു കണ്ടോ ബാന്ധിനിയുടെ വലിയൊരു പ്രിന്റ് നമുക്ക് കിട്ടും. ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് അത് കൂടാതെ കണ്ടോ ക്രോഷ്യയുടെ നമുക്ക് ഇവിടെ ഒരു വർക്കും കൂടെ കിട്ടുന്നുണ്ട് കണ്ടോ. ഇങ്ങനെയുള്ള വർക്ക് ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ട്. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. പിന്നെ ഇവിടെ വീണ്ടും ഒരു ലൈൻ വർക്ക് കിട്ടും. പിന്നെ താഴെ വീണ്ടും ലേസ് ബോർഡറും കിട്ടും. ഇങ്ങനെയാണ് സാരി വരുന്നത് കണ്ടോ. ഏറ്റവും താഴെ ക്രോഷ്യയുടെ ലൈസ് വീണ്ടും കിട്ടും. അപ്പോൾ ഇതൊരു 3 ലെയറിൽ നമുക്ക് ഈ ക്രോഷ്യ വർക്ക് കിട്ടും കണ്ടോ. ഇങ്ങനെയാണ് വരുന്നത് മുന്താണി. ഇനി ഈ സാരിയുടെ കൂടെ ഇതിൻ്റെ ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ഇങ്ങനെയാണ് ബ്ലൗസ് വരുന്നത്. ഈ ഗ്രീനും ഈ കോൺട്രാസ്റ്റ് ബോർഡറും കൂടെ കയ്യിൽ വെക്കാനായിട്ട് ഉള്ളിൽ ബോഡി പാർട്ടിൽ ഗ്രീൻ കിട്ടും. ബോർഡർ ഇങ്ങനെ കയ്യിൽ വെക്കാനായിട്ട് കിട്ടും. ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. ഇതിൻ്റെയും കണ്ടോ ബോർഡറിൻ്റെ താഴെ ഭാഗത്ത് നമുക്ക് ഈ ക്രോഷ്യയുടെ ലേസ് കിട്ടും. കുഞ്ഞ് ലേസ് ഇതുപോലെ താഴെ കിട്ടും കേട്ടോ ബ്ലൗസ് പീസിൻ്റെ താഴെ. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ കയ്യിൽ ഇന്ന് സാരിയുള്ളത്. ഈ സാരിയുടെ നമ്മൾക്കിപ്പം റേറ്റ് ഞാൻ ഇട്ടിരിക്കുന്നത് 999 ആണ് കേട്ടോ. ഇതിനകത്തൊക്കെ റേറ്റ് ഇതിൻ്റെ MRP ഒക്കെ ഒരുപാട് കൂടുതലാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കി അറിയാൻ കിട്ടിക്കഴിയുമ്പം ഞാൻ ആ റേറ്റ് ഒന്നും ഇട്ടിട്ടില്ല. ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ
ഞാൻ നേരത്തെ വിറ്റ സാരികളിലും ഒക്കെ ഒത്തിരി റേറ്റ് കുറച്ചിട്ടാണ് ഇടുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു സിംഗിൾ സാരി, ഒരു സിംഗിൾ കളർ മാത്രം 2-3 സാരി നമുക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ മൾട്ടിപ്പിൾ പീസസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒത്തിരി റേറ്റ് കുറച്ചിട്ടാണ് ഈ സാരി ഇടുന്നത്. ഓൾമോസ്റ്റ് ഹോൾസെയിൽ റേറ്റിൽ തന്നെയാണ് ഇടുന്നത്. 999 ആണ്. ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ സാരികളുള്ളത്. സാരികളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.